ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് വാഴക്കൂമ്പ് കൊണ്ട് നമുക്കൊരു തോരനുണ്ടാക്കാം. അപ്പം ഞാനിത് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതാ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ കറകളെല്ലാം പോയി കിട്ടും. ഇനി 5-6 പ്രാവശ്യം നമുക്ക് അത് തിരുമ്മി കഴുകി ക്ലീൻ ചെയ്ത് കുക്കർ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞ് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അധികം വേവിക്കേണ്ട, ഒറ്റൊരു വിസിൽ കേൾപ്പിച്ചാൽ മതി. ആ സമയം കൊണ്ട് അരമുറി തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത് മിക്സ് ചെയ്ത് ഒരു ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇതാ ചേരുവകളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അധികം അരഞ്ഞു പോകണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി താളിപ്പിനായി ഒരു കടായി സ്റ്റവിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് സവാള, ഉള്ളി, വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. സവാള ഒരുവിധം വഴന്നു വരുമ്പോഴേക്കും തേങ്ങ ഒതുക്കിയത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ചേരുവകൾ നന്നായിട്ട് വാടിയതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് മുളക് പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ച വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കൂമ്പ് തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മസാലകളൊക്കെ എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. കർക്കിടകത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയത്ത് ഇത് നമുക്ക് ഉണ്ടാക്കാം. ഇത് നല്ല ഹെൽത്തി ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.